ഓക്കെ, അപ്പോൾ ഇതൊരു ക്രൈം സീനാണ്. ഇതാട് പോലീസുകാരുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് നമുക്ക് ഈ വീട്ടിൽ പോയി നോക്കാമെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പോലീസുകാരനായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഒരു മിമിക്കിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഗൈസ്, അത്രേ നമുക്ക് ഇപ്പോൾ അറിയുള്ളൂ. ബാക്കി നമുക്ക് വീഡിയോയിലോട്ട് കിടന്നതിന് ശേഷം നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് അടിക്കുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു വണ്ടിയിലാണുള്ളത്. നമുക്ക് നേരെ വണ്ടിയിൽ പുറത്തിറങ്ങാം. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മളെ പോലീസ് വണ്ടി. ആടെ എന്തോ ഒരു ലൈറ്റ് ആണ്. എനിക്കൊന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഓക്കെ, അവിടെ ആയിരിക്കും ബാക്കിയുള്ള കളികൾ. ഇതെന്താ ഇവിടെ വണ്ടി നിർത്തിയത് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ക്രൈം സീനാണ്. ഇതാട് പോലീസുകാരുണ്ട്, ഇതാട് പോലീസുകാരനുണ്ട്. അപ്പോൾ നമുക്ക് ഇയാളോട് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ അയാൾ പറഞ്ഞൊരു അബാൻഡൻഡ് കാറുണ്ട്, നിറച്ചും ബ്ലഡ് ഉണ്ട്, ഒരു സാധനം മോഷണം പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് മിമിക്കാവാനാണ് ചാൻസ് എന്ന്. ഓക്കെ, ഇയാൾ വരുന്ന സമയത്ത് കാറിൽ നിന്ന് പുകയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ വിക്ടിമിന് വണ്ടി നിർത്തേണ്ടി വന്നു. എൻജിൻ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട്. കാരണം അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ അവർ റോഡ് സൈഡ് അസിസ്റ്റൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് മിമിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗൈസ്, അപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ മിമിക്ക് വലുതാണ്, കാരണം അതിൻ്റെ വലിയൊരു ഫുട് പ്രിൻറ്റ് നമുക്ക് അവിടെ കാണാമെന്നാണ് പറഞ്ഞത്. ആൻഡ് അതൊരു ലേഡിയാണ് ആ ഒരു വിക്ടിം എന്ന് പറയുന്നത്, 37 വയസ്സുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചു ഇവിടെ മിമിക് ആക്ടിവിറ്റി എല്ലാം നടക്കലുണ്ടോയെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല, പക്ഷേ അവരവരുടെ ടെറിട്ടറി എക്സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഗൈസ്, അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ മിമിക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവും, ആ പെണ്ണിനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. യു ആർ സെൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, നമ്മളാണ് അപ്പോൾ ആ ഒരു മിമിക്കിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു യെസ്, ദാറ്റ്സ് വൈ ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ആ മിമിക്കിനെ കണ്ടുപിടിക്കാൻ പോവാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയുള്ള സ്ഥലത്തെല്ലാം ചുറ്റുപാടെല്ലാം നമ്മൾ വണ്ടി ഓടിച്ച് എല്ലാവരോടും ചോദിക്കും മിമിക്കിനെ കണ്ടിരുന്നു അങ്ങനെയാണ്. എന്താ ബാക്കിൽ ഒരു ലൈറ്റ് വണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മളതിൽ മാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ ഇയാൾ പറയുന്നത് നമുക്ക് ഇവിടെ ക്രൈം സീനിൽ വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇയാൾ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇത് എന്ന് പറയുന്നത് ബ്ലഡാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് ആ ഒരു ലേഡിയുടെ ബാഗാണ്, സാധനങ്ങളൊന്നും മോഷണം പോയില്ല എന്ന് അയാൾ പറഞ്ഞില്ലേ, അതുകൊണ്ടാണത് ആ സംഭവം. അതാണ് സംഭവം, അതാണ് ലേഡിയുടെ ആ ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഗൈസ്, ഇതാണ് ആ ഒരു ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഫുട് പ്രിൻ്റ് ഉണ്ട്. ഇതാണ് ആ ഒരു കാറ്. ഓക്കെ, അപ്പോൾ കാറെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇയാളെന്താ ഇവിടെ നിൽക്കുന്നത്? ഇയാൾ പോകുന്നില്ലേ? നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഇയാൾ പോകുന്നില്ല. ഇവനെങ്ങാനാണോ? സംശയമുണ്ട്. നോക്കിയേ, അസംബ്ലിയിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം അങ്ങോട്ടേക്ക്. ഓക്കെ, ഇതേവരെ പോലീസുകാരാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിലെത്തിയിട്ടുണ്ട്. ഇത് എന്തോ ഒരു ലെറ്ററാണ്, മറ്റേ ആ കേസിൻ്റെ ഇതാണ് തോന്നുന്നു, എനിക്ക് വായിക്കാൻ വയ്യായിരുന്നു, കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് മാപ്പ്. ഗ്യാസ് സ്റ്റേഷൻ, ട്രെയിലർ പാർക്ക്, ഫാം, മോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ മുമ്പോട്ട് എടുത്ത് നോക്കാം. ബാക്കോട്ടായിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും മുമ്പോട്ട് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ അടുത്തേക്കാണെന്തോ പോകുന്നത്. ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാണ്ട്, അത്രയും സ്ഥലത്തേക്ക് നമ്മൾ പോകാണ്ട്. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അതിൽ നമ്മളെ കാണിക്കുന്നില്ല, വെറും മാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയി നോക്കാം, മുമ്പിലെന്തെങ്കിലും കാണുമായിരിക്കും. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ്ട് മുമ്പിലൊരു ഗ്യാസ് സ്റ്റേഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിർത്തിയിട്ട് ചോദിച്ചു നോക്കാം, ഇവിടെയുള്ള ആളോട് ചോദിച്ചു നോക്കാം മിമിക്കിനെ വല്ലതും കണ്ടിരുന്നോന്ന്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങിയത് ഇതെന്താ കുറേ സാധനങ്ങൾ ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റേഷൻ പോലെ തോന്നുന്നു. അല്ല അല്ല അബാൻഡൻഡ് ഒന്നുമില്ല, ആളൊക്കെ ഉണ്ട്. ഓക്കെ മച്ചാനെ പറ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചു മിമിക്ക് അറ്റാക്ക് ആടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ മിമിക്കിനെ വല്ലതും ഉണ്ടായ, പക്ഷേ മിമിക്കിനെ വല്ലതും കണ്ടിരുന്നു അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു.
മിമിക്കിനെ കണ്ടിരുന്നെങ്കിൽ ഇവനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇവനിവിടെ നിൽക്കേണ്ടിയില്ല. കാരണം മിമിക്കുണ്ടെങ്കിൽ വാതിലെല്ലാം പൂട്ടി നേരെ വീട്ടിൽ പോകാനല്ലേ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ചങ്ങായിക്ക് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. സത്യവാനാണ് ചാൻസ്. ഓക്കെ, ഗൈസ് ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ അവർ കൂടുതൽ മനുഷ്യനിലേക്ക് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, മനുഷ്യനിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ നമുക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരെ പോകാൻ പോവാണ്. ഓക്കെ, പൈസ കൊടുക്കേണ്ടിയിരുന്നില്ലെങ്കിൽ എടുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അടുത്ത ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് എവിടെയാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത നമ്മളെ ഈ എന്തായിരുന്നു ട്രെയിലർ പാർക്കാന്ന് തോന്നുന്നു. യെസ് ട്രെയിലർ പാർക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഓക്കെ, അവർ മിമിക്കിനെല്ലാം കണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി പുറത്തിറങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ഒരു പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് ശരി, നാണം കിട്ടും. ആ പെണ്ണ് പറഞ്ഞു എനിക്ക് കോപ്സിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. നമ്മൾ പിന്നെയും ചോദിച്ചു, പിന്നെയും പറഞ്ഞു താല്പര്യമില്ലാന്ന്. നമ്മൾ ഇയാളോട് ചോദിക്കാൻ കണ്ടിരുന്നോന്നെല്ലാം. അപ്പോൾ ഓക്കെ ഇവിടെ ഉള്ളവർക്ക് കോപ്സിന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഇനി നീയാണോടാ മിമിക്ക്? സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനാണ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേ ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്തെന്നാണ് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾ അടുത്താണ് ബിയറൊക്കെ വാങ്ങാന്ന്. ഓക്കെ, അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ ഇയാൾ ദിവസം ഫുള്ള് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ ഇയാൾ മിക്കിനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ ഗവൺമെൻറ്റാണ് ഈ മിമിക്കിനെയൊക്കെ വിടുന്നത്, പോപ്പുലേഷൻ കുറക്കാതൊക്കെയാണ് പറയുന്നത്. നൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇനി നിങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇല്ല, എല്ലാം പഴയതുപോലെ തന്നെ എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണെന്നാണ് ഇയാൾ പറയുന്നത്. ബാക്കിയൊക്കെ നമുക്കിനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് മറ്റേ സാധനമല്ലേ, പേര് മറന്നുപോയല്ലോ. നമുക്ക് ഇങ്ങോട്ട് പോണാ, കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് തിന്നു. ഓക്കെ, അപ്പോൾ നമ്മളധികം സമയം കളയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്തൊന്നും നമ്മൾ കാണിച്ചില്ല. അപ്പോൾ നമ്മൾ നേരെ ഒരു മോട്ടലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 വണ്ടികളിവിടെ കിടക്കുന്നുണ്ട്. അതല്ലാതെ വേറൊന്നുമില്ല. നമുക്കിനി എങ്ങോട്ടാ? ഓക്കെ, എനിക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടതെന്ന്. ഇവിടെ വേറെ ആരെയും കാണുന്നൊന്നുമില്ല. അപ്പോൾ എനിക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആയിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഓക്കെ, യെസ് ഗൈസ്, ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചെങ്ങായിനോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇയാൾ പറഞ്ഞു ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, മിമിക്കിനൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കുള്ള സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഒരു ഫാമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തി. ഇതിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ പോയി നോക്കാമെന്ന്. ഇവനേതാത്? ഓക്കെ, അപ്പോൾ ഈ ചങ്ങായി നമ്മളോട് ചോദിച്ചു മേ ഹെൽപ്പ് യു ഓഫീസർ. നീ കൊള്ളാലടാ. കേസ് അപ്പോൾ നമ്മൾ പേടിപ്പിച്ച ശേഷം നമ്മൾ പേടിച്ചൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മൾ പേടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ചങ്ങായിനോട് നമ്മൾ ചോദിച്ചത് നിങ്ങളെ പ്രോപ്പർട്ടി ആണോ എന്നപ്പോൾ പറഞ്ഞു അതേ ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇയാളോട്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നതാണ് മിമിക്കിനെല്ലാം കണ്ടു. അപ്പോൾ ഇയാൾ കുറച്ച് നേരം ചിന്തിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഐ ഹാവൻ നോട്ടീസ്ഡ് എനിത്തിങ് വിയേർഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ബട്ട് ഐ ഓൾസോ ഹേർഡ് റൂമേഴ്സ് അബൌട്ട് പീപ്പിൾ സീയിങ് ഓർ ഓക്കെ. അപ്പോൾ ഇയാൾ കണ്ടിട്ടില്ല, പക്ഷേ ഇയാൾ കുറേ റൂമേഴ്സൊക്കെ കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു താങ്ക് യു, എന്തെങ്കിലും എന്തെങ്കിലും നോട്ടീസ് ചെയ്താൽ നമ്മൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത്ര തന്നെ. ഗുഡ് നൈറ്റ്, ബൈ. ഇവൻ കൊള്ളാലട ഇവൻ.
മനുഷ്യനെ പേടിപ്പിച്ച് എയറിൽ കയറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ വണ്ടി എടുത്ത് നേരെ പോകുന്ന വയ്ക്കുന്ന ഈ ചെങ്ങായി ഇവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ വണ്ടിയുടെ നിർത്തിയിട്ട് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെങ്ങായിനോട് പറയാം വീട്ടിൽ കയറി പോവാൻ. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ് വാട്സപ്പ് എന്നൊക്കെ ചോദിച്ചു. ഓക്കെ അപ്പോൾ അയാളെ എൻജിൻ ചൂടായിട്ട് നിർത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, മിമിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ അത് കൊള്ളാലടാ. അപ്പോൾ ഈ ചങ്ങായി പറഞ്ഞു അത് ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനല്ല അവനാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്റ്റുപ്പിഡ് ജോക്കൊന്നും പറയണ്ട, ഞാൻ പിടിച്ച് ജയിലിലിടുന്നു പറഞ്ഞു. ഓക്കെ അപ്പോൾ ആ ചങ്ങായി അപ്പോൾ ഓക്കെ അപ്പോൾ ആ ചങ്ങായി അത്രേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വണ്ടിയിലെ എൻജിൻ ചൂടായിട്ട് നിൽക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. ഇവനെ പിടിച്ചോണ്ടാൽ മതി എത്തും രാത്. ഓക്കെ അപ്പോൾ ഇവ മിമിക്കൊന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വണ്ടി എടുത്ത് പോവാം. ഓക്കെ ചേട്ടാ ബൈ സീതാ ഇവിടെ വേറൊരുത്തൻ. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ ഇതാരാ? ഇത് മറ്റേ ചങ്ങായി അല്ലേ? എനിക്കറിയില്ല ഗൈസ്, എനിക്കറിയില്ല. ഓക്കെ ഗൈസ് അപ്പോൾ സ്ക്രീം സംടൈംസാ. ഓക്കെ ഗൈസ് ഈ റോഡ് അത് റോഡാടാ. ഓക്കെ ഗൈസ് അപ്പോൾ ആടെ ഒരു വീടുണ്ട്, അവിടെ നിന്നാണ് സ്ക്രീംസ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കെന്തായാലും ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. അതാണ് സംഭവം. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇത് വുഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരെ പോവാം. ഓക്കെ അപ്പോൾ ഇതാണ് ആ വീട്. ഓക്കെ അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. വീടാണ് ആ സ്ക്രീം കേൾക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ ഒന്നും കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടി വരും. വീടിൻ്റെ ഡോറൊക്കെ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ് സമ്മൺ സ്ക്രീം. യെസ് അതാരാ? ഓക്കെ ഗൈസ് നമ്മൾ തോക്കെടുത്ത് അപ്പോൾ ഇവിടെ തന്നെ മിമിക്കില്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും തോക്കിനോട് മിമിക്കിന് മേടിച്ചോ അല്ലേ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും കാണുന്നൊന്നുമില്ല. മിക്കവാറും മരത്തിൻ്റെ ഇടയിലായിരിക്കും, എനിക്ക് അറിയില്ല. പിന്നെ എവിടെയാണിത് സംഭവം എന്നുള്ളത് ഇവിടെ നിന്നാണ് ഒച്ചയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ചില സമയം ലെഫ്റ്റ് എന്ന് തോന്നും, ചില സമയം റൈറ്റ് എന്ന് തോന്നും. എൻ്റെ പ്രശ്നമാണോ ഗെയിമിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ അപ്പോൾ ഈ സൗണ്ട് ഉണ്ട്. ഓക്കെ അപ്പോൾ ഒരു 2-3 പ്രാവശ്യം എന്നെ കൊല്ലുന്നു. ഈ സാധനത്തിന് ഏടുന്നാണ് വരുന്നത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഒച്ച കേൾക്കുന്നുണ്ട് ഇപ്പോൾ. ഏടുന്നാ വരും എൻ്റെ മോനെ. പക്ഷെ എന്നെ കൊന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു 2-3 പ്രാവശ്യം നമ്മളെ കൊല്ലുന്ന്. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അതിനെ കാണുന്നേ ഇല്ല കേട്ടാ, അതിനവിടെ കാണുന്നേ ഇല്ല നമുക്ക്. ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെയും നമുക്ക് ഈ വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഈ ഗെയിം ഫുള്ള് പിന്നെയും കളിക്കണം, സ്റ്റാർട്ടിങ് മുതലേ കളിക്കണം. അപ്പോൾ നമ്മൾ പിന്നെയും കളിച്ചിട്ടാണ് ഇടത്തേക്ക് വന്നത്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പിന്നെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും സൈഡിലേക്കെല്ലാം നമുക്ക് പോയി നോക്കാം. ഈ സാധനത്തിന് എന്തായാലും കാണില്ല. അത് ഈ ഒരു സൈഡിൽ, ഈ ഒരു റൈറ്റ് സൈഡിലാണ്. ഇവിടുന്ന് ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇവിടുന്ന് ഒച്ച കേൾക്കുന്നത് പോലെ ഉണ്ട് ഫസ്റ്റ്. ഓക്കെ പിന്നെ ഈ ഒരു സാധനം ഇങ്ങനെ അലറും. അപ്പോൾ ആ അലർച്ചയിൽ നമ്മൾ അന്നേരം നമ്മളെ ബാക്കിലേ വരുന്നുണ്ടെന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ കണ്ടാ സംഭവമാണ്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ചത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഈ രീതി കളിക്കാൻ കാരണം ഇത് എന്തോ ഗ്ലിച്ചാണ് സംഭവം, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ സാധനത്തിന് നമുക്ക് എന്തെങ്കിലും കാണുന്നില്ല. നമ്മൾ ചുറ്റും നോക്കിയാൽ ഇതിനെ കാണാൻ പറ്റില്ല ശരിക്കും. ഞാൻ യൂട്യൂബിൽ നോക്കിയാൽ ഈ സാധനത്തിനെ കാണിക്കും, പക്ഷെ അതിനെ നമ്മളതിൽ കാണിക്കുന്നുണ്ടായില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ വെച്ച് അതിൻ്റെ ചെയ്യാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഗെയിംസിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ച് അതിൻ്റെ ചെയ്യാണ്. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.